എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 46 എപ്പിസോഡിന്റെ ആദ്യം തന്നെ മാസ്റ്റർ ടയർ 6 പില്ല് അത് ഉണ്ടാക്കുകയായിരുന്നല്ലോ. അത് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ്. ചെയ്യാൻ മനസ്സിലാണെങ്കിൽ മാസ്റ്റർ ഇത്രമാത്രം ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനായിരുന്നെങ്കിൽ ഒരെണ്ണം എങ്കിലും റിഫൈൻ ചെയ്യാൻ 3 അല്ലെങ്കിൽ 4 ഡേയ്സ് എങ്കിലും എടുത്തനെ. അത് കുറച്ചു നേരം അങ്ങനെ ചെയ്ത് അതിന്റെ രൂപം മാറാനേറ്റം തുടങ്ങി. അതിന്റെ ഔറ അത് ഓരോ സെക്കൻഡിൽ കൂടി വരുവാണ്. മാസ്റ്റർ പറയുന്നുണ്ട്, ഇത് നിനക്ക് ഡേഞ്ചറാണ്, പെട്ടെന്ന് തന്നെ മാറണം. അവനും ഓക്കെ. പെട്ടെന്ന് അതിൽ നിന്ന് വരുന്ന വലിയ പവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി. മാസ്റ്ററിനോട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ നിലക്കാണ് ആ പിൽസിന്റെ അവസാന സ്റ്റെപ്പ് എന്ന പോലെ ഒരു വലിയ പവർ ആകാശത്തേക്ക് പോകുന്നത്. ഒരു ടയർ 6 പില്ല് അതിന്റെ എഫക്റ്റ് എത്രമാത്രമാണെന്ന് ഓർക്കാം. ഈ ടയർ 6 പില്ല് അതുണ്ടാക്കുന്ന ആൽക്കമിസ്റ്റൊക്കെ വളരെ റെയറായവരായിരിക്കും. അവന് പേടി ഇന്നർ അക്കാഡമിയിൽ നിന്നും ആരെങ്കിലും വരുമോ എന്നതാണ്. ഈ സമയത്ത് എൽഡർ കിങ്ങും മറ്റേ എൽഡറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നാൽ ബ്ലാക്ക് കോർണർ റീജിയനിലെ ഹാൻഫങ് എന്നൊരു ആൽക്കമിസ്റ്റ് ഉണ്ട്. അവ ടയർ 6 പില്ല് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വലിയ വാല്യൂ ആണ്. അതിന് കാരണം അവന്റെ കയ്യിൽ ഹെവൻലി ഫ്ലെയിം ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ആ അവർ അത് ഫീൽ ചെയ്ത് സ്പോട്ടിൽ പോയി. അതുപോലെ തന്നെ ബ്ലാക്ക് കോർണർ റീജിയനിലെ ഏതൊരു ഭാഗത്ത് ആ പറഞ്ഞ ഹാൻഫങ് ഉണ്ട്. അവനും ആ അവറ ഫീൽ ചെയ്തു. കാരണം ആൽക്കമിസ്റ്റ് ആണല്ലോ. അവനാ അവരെ ഫീൽ ചെയ്തു. അത് ഇന്നർ അക്കാഡമിയിൽ നിന്നുമാണ്. ഇനി എൽഡർ ഹാവാണോ എന്ന് വിചാരിക്കണം. എങ്കിലും അവൻ അത്ര വരില്ല എന്ന് പറഞ്ഞ് അത് മൈൻഡും ആക്കുന്നില്ല. മാസ്റ്റർ ആണെങ്കിൽ അവൻ ആ പില്ല് അത് കൊടുത്ത് അവൻ പിടിക്കാൻ നോക്കുമ്പോൾ അത് എസ്കേപ്പ് ആയി പോവാണ്. ഇതിന് സ്പിരിച്വൽ എനർജി കൂടുതലാണല്ലോ. മാസ്റ്റർ അതിന് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ടയർ 6 അത് പിൽസിനൊക്കെ അതോ അതിന് മുകളിലോട്ട് പിൽസിനൊക്കെ സ്പിരിച്വൽ എനർജി അത് കണക്റ്റ് ആയിരിക്കും. ബോൺസിന്റെ ഫ്ലെയിം കൂടി ചേർത്താൽ അത് കൂടുതലുമാകും. അതൊരു പെട്ടിയിലേക്ക് കൊടുക്കുന്നു. ആരോ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ബ്രീത്ത് അത് ഹൈഡാക്കി അവിടെ നിന്ന് മാറി. അപ്പോഴേക്കും അങ്ങോട്ട് എൽഡർ ക്യൂങ്ങും വന്ന് കാണാത്തത് കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ആൽക്കമിസ്റ്റ് ആ ആൽക്കമിസ്റ്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുറത്ത് വരണം. വന്നില്ല. സെൻസ് ചെയ്ത് നോക്കി എന്ന ഹൈഡാണല്ലോ. അതുകൊണ്ട് തന്നെ അറിയാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മറഞ്ഞുപോയി. ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ശിവയനാണെങ്കിൽ നിർത്ത് എന്ന് പറഞ്ഞതും എൽഡർ കിങ് വന്നിരുന്നു. അങ്ങോട്ട് തന്നെ വരുവാണ് അവന്റെ അടുത്തേക്ക്. അയനകൾ മാറ്റാനായിട്ട് തുടങ്ങിയെന്ന് അപ്പോഴേക്ക് 2 കിളികൾ അതുവഴി പറന്നുപോയി. അപ്പൊ ശരിക്കും അയാൾ പോയി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുവാണ്. മാസ്റ്ററും പേടിക്കണ്ട പോയി. ഇപ്പോഴാണ് ഹാവു ഷിയോയൻ അക്കാഡമിയിലെത്തുമ്പോഴാണ് ഒരു എൽഡറിന്റെ സൗണ്ട്. നീ ആരാണ്? ഷിയോയൻ ടെൻഷനായിട്ട് നോക്കുന്നു. മുകളിൽ സിയാനായിരുന്നു. നീയോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിൽസ് വേണമെങ്കിൽ ഞാൻ തിരികെ വരുമെന്ന്. അങ്ങനെ വന്നതാണ്. എനിക്ക് പുതിയ പിൽസ് വേണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. യൂണർ അവിടെ നിൽക്കുന്ന ഹുജിയ യുഹാബോയ് തമ്മിൽ ഫൈറ്റ്. ഷിയോയെ കണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നതിന് കാരണം ചോദിക്കുന്നു. സംഭവം ഫയർ എനർജി അത് ബെറ്റ് വെച്ച് വുഹാബ കളയുന്നു. അതിൽ ദേഷ്യമായിട്ടാണ് ഹുജിയ അറ്റാക്ക് ചെയ്യുന്നത്. സിയനെ കണ്ട് ഇതാണല്ലേ ആ പറഞ്ഞ പെൺകുട്ടി. അവരുടെ ഫൈറ്റ് അങ്ങനെ നടക്കുവാണല്ലോ. ഒരു ട്രിക്ക് ഉപയോഗിച്ച് ശ്രദ്ധ മാറ്റി. എന്നിട്ട് ആ വള്ളി ഉപയോഗിച്ച് ലോക്കുവാക്കി. അവന്റെ കയ്യിരുന്ന സോഡ് അത് മാറ്റുന്ന സമയം ഷിയോയുടെ അടുത്തേക്ക് പോയി. എന്നാൽ ടെൻഷനായി എങ്കിലും സിയാൻ വന്ന് ഒറ്റ തള്ളു. ജസ്റ്റ് ഒന്ന് തൊട്ടതള്ളു. അത് അവിടെ നിന്ന് പറന്നുപോയി. അവരൊന്ന് കുഴപ്പമൊന്നുമില്ല സോറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ പിൽസ് വേറെ ആരും ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ഷിയോയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഹുജിയാണെങ്കിൽ ഇവിടെ എന്താ ഇങ്ങനെ? അതിന് യൂണർ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവളുടെ സ്ട്രെങ്ത് കാണുന്നത് പോലെയല്ല. വുഹാവോയി അത് കാണിച്ചു കൊടുത്തു. ആ സോഡ് അത് പൊട്ടിപ്പോയി. സിയാൻ കുറച്ച് ഹെർബൽസ് വെച്ചിട്ട് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് പറയുമ്പോൾ എൽഡർ ഹവനെ നീ നഷ്ടത്തിലാകുമല്ലോ. മണ്ടത്തരം പറയാതെ ഇത് ഡീപ് മൗണ്ടൈനിൽ നിന്ന് പോയി എടുത്തതാണ് അവളുടെ സ്പെഷ്യൽ സെൻസ് ഉപയോഗിച്ച് എന്ന് സിയാൻ. സ്പെഷ്യൽ സെൻസോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നാച്ചുറൽ എലിക്സർ അത് കിട്ടുന്ന എവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ എലിക്സർ പവർഫുൾ സോൾബിസ്റ്റുകളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് സ്നോ ഡീമൺ ഏപ്പ് അറിയാലോ, കോർമിൽക്ക്. യുവിനെ കണ്ടാലും അവളുടെ പേര് സിയാൻ അറിയില്ല. അവളോട് ആ കാര്യം പറഞ്ഞിരുന്നു. സിയാൻ അപ്പോഴാണ് സിയാൻ വഴിയാണ് അവൾക്ക് ആ സ്ഥലം മനസ്സിലായത് എന്നത് മനസ്സിലായി. എന്നിട്ട് അവളോട് പിൽസ് ഉണ്ടാക്കുന്നതിന് പകരം അവന്റെ കൂടെ മൗണ്ടൈനിൽ ഹെർബൽ എലിക്സർ അതൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവൾ ഓക്കെ. എന്നാൽ ബീസ്റ്റുകളൊക്കെ സ്വയം നോക്കണം. ഡീല് അവൾക്കുള്ള പിൽസ് അതുണ്ടാക്കി പിന്നെ തരാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവളും ഓക്കെ. അങ്ങനെ നിൽക്കാണ് ലിനിയാൻ വരുന്നത്. ഞാൻ ഇപ്പോൾ നോർമലായി, ഇനി ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചാടി വന്നതോ സിയാൻ ഒരു വിരലിൽ തന്നെ അവനെ സ്റ്റോപ്പാക്കി ഒറ്റ തള്ളു. അവൻ തെറിച്ചു പോയി വീഴുവാണ്. ഒരു ഡൗക്കിങ് ആണല്ലോ. അത് വിങ്സ് ഉണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം. നീ എങ്ങനെ ഇവിടെ? അവരൊന്ന് പേടിപ്പിച്ച്. ഷിയോയൻ അവളുടെ പ്രൊട്ടക്ഷനിലാണ്. ഇനി വല്ല കാണിച്ചാൽ നിന്നെ ഞാൻ തിന്നും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നോട് പറഞ്ഞൂടായിരുന്നോ? അതിന് ടൈം തരണ്ടേ? അവളെക്കുറിച്ച് അറിയോ? സ്ട്രോങ് റാങ്കിങ്ങിന് വരുന്നവരൊക്കെ ഒറ്റയടിക്ക് ഔട്ടാക്കും. ഞാൻ എതിർക്കാനൊന്നും പോകില്ല. പിന്നെ നിനക്കൊരു മോൺസ്റ്റർ പ്രൊട്ടക്ഷന് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന രീതിയിലാണ് ലിനിയൻ. അപ്പോഴാണ് യൂണർ ഔട്ടർ കോട്ടിൽ നിന്ന് ഷിയോയു എന്തിനെന്നറിയില്ല. ഈ സമയത്ത് ഔട്ടർ കോട്ടിലെ യു ആണെങ്കിൽ ഞാൻ എങ്ങനെ അവനോടത് പറയും എന്ന് പറഞ്ഞ് കരയുകയാണ്. ഷിയോയന് വന്ന് അവൾ ഓടിച്ചെന്ന്
അപ്പോൾ അവൻ എന്താണെന്ന് കാര്യം ചോദിക്കുന്നു. എന്നാൽ ഒന്നും വിട്ടു പറയുന്നില്ല. അവനോട് തന്നെ പോയി കാണാനായിട്ട് പറയുന്നു. അവന് വന്ന് നോക്കുമ്പോൾ അവൻ സെക്കൻഡ് ബ്രദർ ഷിയോലി പരിക്കേറ്റ് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഷോക്കായി പോയി. ഷിയോലി കണ്ണ് തുറന്നു. ഷിയോയെ കണ്ട് വളരെയധികം സങ്കടം കാരണം കരയുന്നു. കാര്യം ചോദിക്കുമ്പോഴാണ് ആ നടന്നത് പറയുന്നത്. യുൾനാസെറ്റ് ഷിയോ ഫാമിലിയെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ബോർഡറിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുവെങ്കിലും പറ്റിയിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു രാത്രി ആ ഫ്ലാഷ് ബാക്കിൽ ഷിയോ ഫാമിലി സ്റ്റോൺ മെർസണറീസ് കൂടി ചേർന്ന് ഒരുമിച്ച് പാർട്ടി ചെയ്യുമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു സോഡ് അത് വന്ന് എല്ലാവരെയും പറപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അലർട്ടായി. വന്നത് യുൾനാസെറ്റ് ആയിരുന്നു. അതിലെ മെയിൻ ആള് ഒരുത്തനെ വെറുതെ വിടരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് പേര് മരിക്കുകയാണ്. 2 ബ്രദേഴ്സും എൽഡേഴ്സും തടയാനായിട്ട് നോക്കുന്നുണ്ട്. ആ വന്നത് യുൾനാസെറ്റാണ് എന്ന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ, നിങ്ങളെ ഒന്നടക്കം ഇല്ലാതാക്കാതെ നമുക്ക് മതിയാകില്ല എന്ന് അവന് ഫസ്റ്റ് എൽഡർ അറ്റാക്കിന് വന്നു എന്ന ഒരു ചെയിൻ ഉപയോഗിച്ച് വീഴ്ത്തി. ആ സോഡ് കൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. അത് കേട്ടതോടെ യുൾനാസെറ്റിന് ഇനിയിട്ട് നിർത്താറായില്ല എന്നതും യുൻഷാനാണെന്ന് വിചാരിച്ച് അവനെ കൊല്ലാനുള്ള ദേഷ്യം അതിനായിട്ട് ജിയ മെമ്പറിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് യൂണർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത്. അവരെല്ലാവരും നിന്നിലാണ് പ്രതീക്ഷ വെച്ചേക്കുന്നത്. ഷിയോലിയും അതെ, ഞാൻ ജീവനോടെ നിന്നെ കാണാൻ വേണ്ടി ഇത്രയും സർവൈവ് ചെയ്ത് വന്നത്, ഇങ്ങനെ നീ പെട്ടെന്ന് പോയിട്ട് മരിക്കാനില്ല. അതുമല്ല ആ വന്നത് യുൾനാസെറ്റ് മാത്രമല്ല, ഒരു മിസ്റ്റീരിയസ് മാൻ ഉണ്ടായിരുന്നു. ആ ആള് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കയ്യിലൊരു ചങ്ങല പോലുള്ള അതുപയോഗിച്ച് അവരുടെ ആളുകളെല്ലാം അറ്റാക്ക് ചെയ്ത് ഡൗക്കി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അന്ന് കണ്ട സോൾ ഹാളിലെ ആളാണ് എന്നത് മനസ്സിലായി. എന്നാൽ അവർ ഷിയോ ഫാമിലിനെ ടാർഗറ്റ് ചെയ്തത് മാത്രം മനസ്സിലായില്ല. അതിന് കാരണം പറയുന്നത് പോലെ ഫസ്റ്റ് ബ്രദറും എൽഡേഴ്സും നിന്നോട് ആ ജീഡ് ആർക്കും കൊടുക്കാനോ പുറത്ത് കാണിക്കാനോ പാടില്ല എന്നത് പറയാനാണ് പറഞ്ഞത്. അവനപ്പോഴാണ് ആ ടൂഷി ഏൻഷ്യന്റ് എംപറർ ജീഡ് അതാണെന്ന് മനസ്സിലായത്. എന്നാൽ അതിന്റെ ഉപയോഗം അറിയില്ല. അവൻ ഓടിപ്പോകുമ്പോൾ ആ ആളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. എന്നാൽ ഫസ്റ്റ് ബ്രദർ തടുത്തു. അവനോട് ഷിയോനെ ഇത് ഇൻഫോം ചെയ്യാനായിട്ട് പറയുന്നു. എന്നാൽ ഷിയോലി പോകാൻ തയ്യാറല്ല. നമ്മൾ മരിച്ചാലും അവൻ മരിക്കരുത്. അവന് മാത്രമേ എല്ലാം മാറ്റാൻ കഴിയൂ. സെക്കൻഡ് എൽഡർ ആയിട്ട് ആ മെയിൻ ആള് അറ്റാക്ക് ചെയ്യുന്നു. അത് ചറപറ സോഡ് വെച്ച്. അതുപോലെ തന്നെ ഫസ്റ്റ് ബ്രദറെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. ആദ്യമേ തടഞ്ഞെങ്കിലും ചങ്ങല അതുപയോഗിച്ച് അതിനെ കാലിൽ കുത്തിയിറക്കി. പിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഒരുപാട് ഷാർപ്പ് ഐസ് വന്ന് അറ്റാക്ക്. നോക്കുമ്പോൾ അത് ഐസ് എംപററായ ഹൈബോട്ടോങ് ആയിരുന്നു. അവരോട് എതിർക്കാൻ നോക്കുവാണ്. ആ ടൈം ഹൈബോട്ടോങ് വന്നത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്നത് ഷിയോ ഫാമിലിയിലുള്ള ഒരുപാട് പേര് മരിച്ചുവെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ടായിരുന്നവരെയും മെർസണറി ഗ്രൂപ്പും മിറ്റൽ ഫാമിലിയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്നത് പറയുന്നു. എന്നാൽ യുൻഷാൻ അതുപോലെ യുൾനാസെറ്റും അവരെ പ്രശ്നമാക്കും. യു ആണെങ്കിൽ അവരുടെ പാരൻസ് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ സേഫാണ് എന്ന അച്ഛന് ഒരു കൈ നഷ്ടപ്പെട്ടു എങ്കിലും ജീവന് കുഴപ്പമില്ല. ടൂഷി ഏൻഷ്യന്റ് ജെയ്ഡാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നത് അവന് മനസ്സിലായി. യൂണറിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവളോട് നിനക്കറിയാവുന്ന ഹാൾ ഓഫ് സോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് ചോദിക്കണം. അവൾക്കും അവനെ ഇതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു വിചാരിച്ചപ്പോൾ മനസ്സിലായപ്പോ അവളും പറയാനായിട്ട് കയറി. ഈ കോണ്ടിനെന്റിലെ മിസ്റ്റീരിയസ് ആയ ഒരു സ്ട്രോങ്ങസ്റ്റുമായ ഒരു ഓർഗനൈസേഷനാണ് ഹാൾ ഓഫ് സോൾ അല്ലെങ്കിൽ സോൾ ഹാള്. അവർ ഡൗക്കി സോള് എല്ലായിടത്താണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഷിയോ ഫാമിലിനെ അറ്റാക്ക് ചെയ്തത് ആ ടൂഷി എംപറർ ജെയ്ഡിലാണ്. എന്നാൽ അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. അവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയില്ല. എന്നാൽ യുൾനാസെറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കേട്ടത് പിന്നെ ദേഷ്യം. ഇതിന് കാരണം ആ 3 ഇയർ അഗ്രിമെന്റ് ആണ്. എന്റെ ഫാമിലി ഇങ്ങനെ ഒരു അവസ്ഥയിലായി. ഷിയോയെ സമാധാനിപ്പിക്കാനായിട്ട് യൂണറും നോക്കുന്നുണ്ട്. അവന്റെ കുഴപ്പമില്ല, അവരാണ് തെറ്റ് ചെയ്തത്. ഷിയോ ഫാമിലിയിലെ ഒരു പില്ലറാണ്. അത് തകർന്നാൽ ഷിയോ ഫാമിലി തന്നെ ഇല്ലാതാകും. നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട് എല്ലാം കണക്ക് തീർത്ത് തന്നെ കൊടുക്കണം. അവനും അതൊക്കെ പറഞ്ഞ് കൂളാക്കി ശാന്തമാക്കി. അത് കഴിഞ്ഞ് ഷിയോലി ട്രെയിനിങ് ആണ്. ഹാർഡായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. മുൻപത്തേക്കാൾ സ്ട്രോങ് ആയി. അതുപോലെ തന്നെ പരിക്കം മാറി തുടങ്ങി. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിയെന്നും കാണാം ആ ഡൗക്കി ആർമർ. അപ്പോൾ അങ്ങോട്ട് ഷിയോയൻ വരുന്നു. അവൻ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ എത്തിയത് കൺഗ്രാറ്റ്സ് പറയുമ്പോൾ അവനോട് ഷിയോലി ബ്ലാക്ക് കോർണർ റീജിയനിലേക്ക് പോവാണെന്നും അവിടെ പോയാൽ ഒരു റൂൾസും ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ട്രെയിനിങ് ചെയ്യുന്നതാണ് സ്യൂട്ടബിൾ എന്ന് ഷിയോയൻ ആ പ്ലേസ് അറിയാലോ. അവനോട് കുഴപ്പമില്ല എന്നൊക്കെ പറയുവാണ്. ഷിയോയൻ വേണ്ട, ഇവിടെ നിന്ന് എന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് നിർബന്ധിക്കുമ്പോഴും കാര്യമുണ്ടല്ല. ആ സ്ക്രോൾ കൊടുത്തിട്ട് ഇത് ഫൈറ്റ് ടെക്നിക്കാണ്, അവളാണ് തന്നെ യൂണർ, അവള് നല്ലവളാണ്, നിനക്ക് യോജിച്ചതാണ്. ഷിയോയന് ശരി, ഡിഫൻസിന് ആവശ്യമായി പിടിച്ചു തരാം എന്ന് പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞ് ഷിയോലി പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരു റിങ് കൊടുത്ത് അതിനുള്ളിൽ ഹെവൻലി ഫ്ലെയിമിന്റെ ഒരു പാർട്ടുണ്ട്. ഡേഞ്ചർ സെറ്റ് വെച്ചാൽ എനിമയെ കൊന്നു രക്ഷപ്പെടാൻ അവിടെ എത്തിയിട്ട് ലെറ്റർ അയക്കാം എന്ന് പറഞ്ഞ് പോവാണ്. മനസ്സിലെ ഷിയോയൻ, നീ ഒരിക്കലും ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ അനുവദിക്കില്ല. യൂണർ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഇനി ആദ്യമായി എനിക്ക് ആ ടോപ്പ് 10 കയറണം, അതിനായിട്ട് എന്റെ എഫേർട്ട് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോവാണ്. അത് കഴിഞ്ഞ് ഷിയോയൻ ടോപ്പ് 10 കയറാനുള്ള അത് തുടങ്ങി. കാവോനെയാണ് ആദ്യം എതിർക്കുന്നത്.
അവിടെ ഉള്ളവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ഹാവോനെ എതിർക്കാൻ ഏറ്റു നിൽക്കുന്നത് എന്നാൽ അടിച്ചിട്ട്. ഈ സമയത്ത് മറ്റൊരു സൈഡിലെ ബ്ലാക്ക് കോർണർ റീജിയനിൽ ഷിയോലി അവിടെ ഓരോരോ സ്ഥലത്ത് ഉള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ കുറെ ഏരിയ പിടിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും മനസ്സിൽ വിചാരിക്കുന്ന ഒന്ന് തന്നെയാണ്, ഈ കോണ്ടിനെന്റിൽ നമ്മൾ മാറി കൊടുത്താൽ ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. നമ്മുടെ ഷിയ ഫാമിലി പഴയ രീതിയിലേക്ക് എത്തിക്കാനും അതിനേക്കാൾ സ്ട്രോങ് ആക്കാനും എതിർത്ത് പോരാടി മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാണ് രണ്ട് സൈഡിലും അറ്റാക്ക്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.